ഒത്തിരി നാൾ കൂടിയുള്ളൊരു എൻ്റെ വലിയൊരു ആഗ്രഹം സാധിച്ച ദിവസമാണ് ഇന്ന്. അങ്ങ് കടൽ കടന്ന് വന്നിട്ട് ലാമിനേറ്റഡ് ഫോട്ടോസ് എല്ലാം ഫ്രെയിം ചെയ്ത് വെക്കുന്ന തിരക്കിലാട്ടോ ഞങ്ങൾ. അന്നമോൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഫുൾ ഫാമിലി ഫോട്ടോ എടുത്ത് നമ്മുടെ ഹാളിൽ പ്രിൻറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. പക്ഷേ അത് അവൾ എല്ലാവരുടെയും ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് അവരെ പേരെടുത്ത് വിളിക്കുന്നവരെ സമയം എടുക്കുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. എന്തായാലും ഇച്ചിരി താമസിച്ചെങ്കിലും അത് ഭയങ്കര സൂപ്പറായിട്ട് നടന്നിട്ടോ. ആദ്യം ഞങ്ങൾ ഇവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് എത്ര ഹൈ ക്വാളിറ്റി പിക്ചറായിട്ടും ആ പിക്ചർ നമുക്ക് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും അതിനൊരു ക്ലൗഡി ഫോമാണ്, ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നില്ല, ആ ഒരു നാച്ചുറൽ ഫീൽ ആ പിക്ചറിന് കിട്ടണില്ല. അന്നേരമാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അന്നേരം അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നാലോ എന്ന്. അങ്ങനെ നാട്ടിൽ നിന്ന് നമ്മുടെ വെതറിനനുസരിച്ച് ലാമിനേറ്റഡ് ഫോട്ടോ ആയിട്ടാട്ടോ ഞങ്ങൾ കൊണ്ടുവന്നത്, നോർമൽ പ്രിൻ്റ് അല്ലാതെ ആ ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുവാണ് ചെയ്തത്. എന്നിട്ട് ഇവിടുന്ന് റേഞ്ചിൽ നിന്ന് ഞങ്ങൾ പിക്ചറിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം മേടിക്കുക കേട്ടോ ചെയ്തത്. എന്തായാലും ഭയങ്കര നല്ലതായിട്ടോ, ഭയങ്കര ഭംഗിയായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. സൈസൊക്കെ ആദ്യം ഒരു ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത സൈസാണ് കൊടുത്തതെങ്കിലും ഫ്രെയിമിനകത്ത് അത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ആവുന്നില്ലായിരുന്നു. അന്നേരം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അത് ആ സൈസിൻ്റെ രീതിയിൽ അലൈൻ ചെയ്തെടുക്കുക കേട്ടോ ചെയ്ത്. എന്തായാലും ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടിയത്. ഫാമിലി ഫോട്ടോ അന്നമ്മളുടെ ബാപ്റ്റിസത്തിന് എടുത്താണ്. അതുപോലെ തന്നെ അന്നമ്മൾ ഫസ്റ്റ് ടൈം കമന്നപ്പോൾ ഉള്ള ഫോട്ടോ ആയിട്ടോ മറ്റേത് പ്രിൻറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.